മാറി നിൽക്കുന്ന ഓണാട്ടുകരയുടെ ഹൃദയമായ ചെട്ടികുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ശരിക്കും ഈ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളും ഒരു നൂറ്റാണ്ട് കാലത്തെ സഹസ്രാബ്ദങ്ങൾ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു വലിയൊരു ചരിത്രവും ഐതിഹ്യങ്ങളും ഒക്കെ പേര് നിൽക്കുന്ന ഒരു മണ്ണുകൂടിയാണ് ചെട്ടികുളങ്ങര. അപ്പോൾ അതെന്തൊക്കെയാണ്, ആ ചരിത്രം എന്തൊക്കെയാണ്, ഇവിടെ നടക്കുന്ന അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണ്, ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആചാരങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് വിശദമായി തന്നെ നമുക്ക് ഇവിടെ ഉള്ളവരോട് ചോദിച്ചറിയാം. നമുക്ക് അത് ആ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ പോയി കാണുകയും ചെയ്യാം. അതെ, എത്ര വർണ്ണിച്ചാലും മതിയാകാത്ത മഹത്വമുള്ള ക്ഷേത്രമാണ് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം. മാതൃസങ്കല്പത്തിന്റെ മകുടോദാഹരണം. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിന് ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രം പറയാനുണ്ട്. ഈ ദേശത്തെ കരപ്രമാണിമാർ തൊട്ടടുത്ത ദേശമായ കൊയ്പ്പള്ളിക്കാരായ്മ ഉത്സവത്തിനായി പോയി. പക്ഷേ അവിടെയുള്ളവർ ഈ ദേശക്കാരെ അപമാനിച്ചു വിട്ടു. അപമാനിതരും ദുഃഖിതരുമായ ചെട്ടികുളങ്ങര ദേശത്തെ കരപ്രമാണിമാർ കൊടുങ്ങല്ലൂരമ്മയെ ഉപാസിക്കുകയായിരുന്നു. തുടർന്ന് കൊടുങ്ങല്ലൂരമ്മ ചെട്ടികുളങ്ങര ദേശക്കാരുടെ മുഴുവൻ അമ്മയായി ഇവിടെ കുടിയിരുന്നു എന്നാണ് ഐതിഹ്യം. ഇവിടുത്തെ കെട്ടുകാഴ്ചയിൽ നിന്ന് തുടങ്ങാം. 13 കരകളിൽ നിന്ന് അമ്മയുടെ കാഴ്ചക്കണ്ടത്തിലേക്ക് ആനയിക്കപ്പെടുന്ന കെട്ടുകാഴ്ചകൾ ലോകത്തൊരിടത്തും കാണാൻ കഴിയാത്ത അത്ഭുതം തന്നെയാണ്. ഓരോ വർഷം തോറും ഓരോ കരക്കാരും അമ്മയ്ക്കുള്ള കാഴ്ചകൾ മികച്ചതാക്കാൻ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞങ്ങളുടെ ഇതേവിടക്കെ കുതിര സംബന്ധിച്ചോളും ഞങ്ങളിപ്പോൾ ഈ കുതിരയെല്ലാം പുതിയത് പണിയുമോ, പുതിയ വെച്ചാൽ പുതുക്കി നവീകരിക്കുക. പുതിയെന്ന് വെച്ചാൽ നവീകരണം, അത് കുറച്ച് നവീകരിച്ച് എല്ലാം വൃത്തിയാക്കി എല്ലാം തൂക്ക് സഹിതം മാറി എല്ലാം വൃത്തിയാക്കി കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനമാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ശിവരാത്രി നാൾ തൊട്ട് 8ാമത്തെ ദിവസമാണ് കുംഭഭരണി. അപ്പോൾ 7-ാം തീയതി നമ്മൾ വെള്ളിയാഴ്ച വൈകിട്ട് മിക്കവാറും ഇത് തീർത്ത് വെക്കും. കുംഭഭരണി നാളിൽ ശനിയാഴ്ച നമ്മളൊരു 2:30 ആകുമ്പോഴത്തെ 3 മണിയാകുമ്പോഴത്തെ ഇവിടുന്ന് നമ്മൾ പിടിക്കും. ചെട്ടികുളങ്ങര കുംഭഭരണി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു അംഗീകാരം കിട്ടിയ ഒരു ഉത്സവമാണ് ചെട്ടികുളങ്ങരയെ സംബന്ധിച്ചോളം. ചെട്ടികുളങ്ങര ഈ ഭരണയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ കെട്ടുകാഴ്ച ഇതുപോലെ വേറെ എങ്ങും ഇല്ലല്ലോ. എല്ലാവരും ഒത്തൊരുമയായിട്ട് ഒരുപോലെ, അന്ന് ആർക്കും രാഷ്ട്രീയ വൈരാഗ്യമോ അല്ലെങ്കിൽ മതപരമായിട്ടോ അങ്ങനെ ഒന്നുമില്ലാതെ എല്ലാവരും സംഘടിപ്പിച്ചിട്ട് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു ഇതാണിത്. ഓരോ കരയിലും 3000-ലധികം കുടുംബങ്ങളാണുള്ളത്. അവരിൽ ഒരാൾ പോലും ഓണാട്ടുകരയുടെ ഓണമായ കുംഭഭരണി ആഘോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ ജനപങ്കാളിത്തം ഈ ഉത്സവത്തെ മഹനീയമാക്കുന്നു. ശിവരാത്രിയോടെയാണ് കെട്ടുകാഴ്ചയുടെ നിർമ്മാണവും ആചാരവിധി പ്രകാരം ആരംഭിക്കുന്നത്. നമ്മളൊരു 5 ഭാഗങ്ങളായിട്ടാണ് ഈ കുതിര നിർമ്മിക്കപ്പെടുന്നത്. അടിക്കൂട്ട്, കതിരുകാല്, ഇടക്കുടാരം, പ്രഭട, മേൽക്കുടാരം, എങ്ങനെ ഒരു 5 ഭാഗങ്ങളായിട്ടാണ് ഈ കുതിരയുടെ ഭാഗങ്ങളുള്ളത്. അതിലെ സാധനങ്ങൾ മാറുക എന്നുള്ളതല്ലാതെ അതിനൊരു വലിയൊരു മാറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് ഇല്ല. അതൊരു ആചാരപരമായിട്ട് അല്ലെങ്കിൽ വളരെ നാളുകളായിട്ട് പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്നത്. തടികളിൽ മാറ്റം വരുത്തുന്നുണ്ടെന്നുള്ളതല്ലാതെ അതിനകത്ത് വേറെ കാതലായ മാറ്റങ്ങളൊന്നുമില്ല. ഇത് ശില്പി വേണുഗോപാൽ ആചാരി. അമ്മയുടെ അങ്കണത്തിൽ ഒരുങ്ങുന്ന ഒരു തേരിന്റെ മുഖ്യ ശില്പിയാണ് ഇദ്ദേഹം. തേരിനും കുതിരയ്ക്കുമായി തിരഞ്ഞെടുക്കുന്ന മരത്തിൽ പോലും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഓരോ മരത്തിന്റെയും സവിശേഷതകൾ അനുസരിച്ചാണ് അതിന് വിദഗ്ധമായി അമ്മയുടെ കാഴ്ചയ്ക്കുള്ള കലാരൂപം ഒരുക്കിയെടുക്കുന്നത്. ഓരോ കെട്ടുകാഴ്ചയ്ക്കും പിന്നിലെ തച്ചുശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിപ്പം നമ്മൾ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ നമ്മുടെ കെട്ടുകാഴ്ച നിർമ്മാണം എന്ന് പറഞ്ഞാൽ പഴയ ബുദ്ധ മതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഭാഗമായിട്ട് പറയുന്നുണ്ട്. എങ്കിലും നമ്മുടെ വാസ്തു ശില്പ നിർമ്മാണ പ്രക്രിയ അനുസരിച്ച് നമ്മുടെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ തേരിൻ്റെ ഒരു നിർമ്മാണ രീതി.
അത് ഈ മാളിക ക്ഷേത്രം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. സമ്പ്രദായമല്ല, ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ശ്രീകോവിലിൻ്റെ നിർമ്മാണമായിട്ട് വരുന്നത്. മാളിക ക്ഷേത്രം എന്ന് പറയുമ്പോൾ 2-3 നിലകളായിട്ട് ഉള്ള, ഈ വടക്കുംനാഥ ക്ഷേത്രത്തിലൊക്കെ 2-3 നിലകളായിട്ടുള്ള ഭാഗങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അത് പഴയ കാലത്തുള്ള. അപ്പോൾ ആ ഒരു കാര്യങ്ങളും നമ്മുടെ ഈ കേരളീയ വാസ്തുശാസ്ത്ര നിർമ്മാണ മാതിരിയും പൗരാണികമായിട്ട് നമ്മൾ ആ ഒരു സമ്പ്രദായത്തിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ രീതി എന്ന് പറയുമ്പം ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ കഴുകോലും വളകൾ എല്ലാം അതേപോലെ തന്നെ നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ തേര് പണിയും കുതിര കെട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് തേര് പണിയും കുതിര കെട്ടും. അപ്പോൾ ഇതിന് പണികൾ കൂടുതൽ തേരല്ല. എന്നാൽ ചോദിക്കും മറ്റേത് ഒരുപാടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലയോ. അപ്പോൾ അതിനനുസരിച്ചാണെങ്കിലും ഇതിൻ്റെ കണക്കുകൾ കൃത്യമാണ്. അതാണ് ഇതിനകത്തിലൊരു വ്യത്യാസം. കുതിരയും തേരും തമ്മിലുള്ള അതെ. വാസ്തുശാസ്ത്രപരമായിട്ടുള്ള എല്ലാ കണക്കുകളും ഇതിനകത്തിൽ ഇതിൻ്റെ ഓരോ ഭാഗം എന്ന് പറഞ്ഞാൽ ഓരോ തട്ടുകളെന്നാണ് പറയുന്നത്. അപ്പോൾ ആ തട്ടുകൾക്കൊക്കെ കൃത്യമായ കണക്കുകളാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കുതിരയ്ക്ക് അത്രയും ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെയെന്ന് പറഞ്ഞാൽ അത് നമ്മളെ പണ്ട് പറയത്തില്ല, ആരൂഢം എന്ന് പറയുന്ന ഒരു വലിയ ഒരു കാര്യം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഭയങ്കരമായിട്ട് ശക്തിയും പവറും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ സഞ്ചരിക്കുന്ന ഒരു ശ്രീകോവിലാണ് ഈ തേരെന്ന് പറയുന്നത്. അപ്പം ദേവി ഇതേ കയറി എല്ലാം കാണും കേൾക്കും എന്നാണ് നമ്മുടെ സങ്കല്പം. നമ്മളത് എല്ലാ രീതിയിലും നമ്മുടെ കുടുംബപരമായിട്ട് പാരമ്പര്യമായിട്ടാണ് ഇപ്പം ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ ഞാനും എൻ്റെ മോനും കൂടെ അതിൻ്റെ അത് ചെയ്തിരിക്കും. അപ്പോൾ മോനിപ്പോൾ കുത്തിയോട്ടത്തിനൊക്കെ പോയിക്കൊന്നുകൊണ്ട് അവനിപ്പോൾ കാണത്തില്ല. രാവിലെ മുതൽ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. എൻ്റെ പേര് വേണുഗോപാൽ, വേണുവാചാരി, ആശാരിപ്പറമ്പിൽ, ആഞ്ഞിലിപ്പുറം. അതുപോലെ തന്നെ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ തേരിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന തടികൾ ഏതൊക്കെ മരത്തിൻ്റെതാണ്? ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ആഞ്ഞിലി മരമാണ്. ആഞ്ഞിലി ആകുമ്പോൾ ഒരു ദേവവൃക്ഷത്തിനല്ല, ഇതിനകത്ത് ഒരു മയമുള്ള ഒരു തടി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ചാഞ്ഞും ചരിഞ്ഞും ഓടുന്ന ഒരു രഥമാണ്. അപ്പോൾ പോയാലും വന്നാലും ഇത് തിരിച്ച് അവിടെ തന്നെ വരും. അങ്ങനെ ഒരു സമ്പ്രദായത്തിൽ ഇതിനെ എല്ലാം സ്ട്രോങ് ആയിട്ട് കെട്ടി ഉറപ്പിക്കുകയാണെങ്കിൽ തന്നെ ഇതിനൊരു ചാഞ്ചാട്ടം വരുമ്പോൾ അതിൻ്റെ അപകടങ്ങൾ ഒഴിവാകും. അപ്പം നിർമ്മാണ രീതികൾക്ക് ഒരുപാട് കള്ളക്കളി പണ്ട് പറയത്തില്ല, പണിയിൽ ഒരു കള്ളക്കളി എന്ന് പറയുന്നത് ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് നമ്മൾ പണ്ട് വരാതെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കമുക്, തെങ്ങ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഈ ചക്രത്തിന് ചാടിനെന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ കാട്ടുതടിയാണ് കട്ടിയുള്ള തടികൾ ഉപയോഗിക്കുന്നത്. വെയിറ്റ് നമ്മുടെ ബാലൻസ്, ചക്രത്തിൻ്റെ വലിപ്പം ഇതിൻ്റെ ബാലൻസ് നിലനിർത്താൻ വേണ്ടിയാണ് ഇത് കട്ടിയുള്ള തടികൾ ഉപയോഗിക്കുന്നത്. അത് കൂടുതലും പൂവണ്ണം എന്ന് പറയുന്ന സാധനമാണ്, അത് കാട്ടുതടിയാണ്. പിന്നെ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിന് ചിലവ് വരുന്നത്. ഒരു പുനരുദ്ധാരണം നടത്തുമ്പം നമ്മൾ വിചാരിക്കുന്നതിനെ കൂടുന്നത് ഭയങ്കരമായ ചിലവായി. ഇത്രയും വലിയ കടി കൊണ്ടുവന്ന് എടുത്ത് പണിതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ പറയാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു നിർമ്മാണ പ്രവർത്തനമാണ്. ഇത് ശിവരാത്രിക്ക് മുമ്പേ പണി കഴിപ്പിച്ച് വെച്ചതിന് ശേഷം ശിവരാത്രിക്ക് നമ്മൾ പുനരാരംഭിക്കുമായത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് ദേവിയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും പറയാൻ പറ്റത്തില്ല, ഒരു ജന്മപുണ്യ സമർപ്പണം അത്. അതിനകത്തൊരു ഭാഗമായി കഴിഞ്ഞതിൽ ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ വീണ്ടും ഇതിന് ചെയ്യണം, ആ കുടുംബത്തിൽ തന്നെ ജനിക്കണം, ഇത് തന്നെ പണിയണം എന്നൊരാഗ്രഹത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്ന ഓരോരുത്തരും. ഇതിൽ മഹാഭാരത കഥകളുമൊക്കെ ഇതിനകത്ത് കുതിര പണിയുന്നതിനകത്ത് കുതിരയുടെ ഈ പ്രവടയിൽ ഈ അല്ലല്ല അതെല്ലാം തടിയെ കൊത്തിയെടുത്തിരിക്കുന്നത്. പെയിൻറ്റിങ് ചെയ്തിരിക്കുക. അത് രാമായണ കഥകളുണ്ട്, മഹാഭാരതമുണ്ട്, ദക്ഷയാഗം, മഹാഭാരതം, അങ്ങനെ ഒരുപാട് കഥകൾ കൂട്ടിച്ചേർത്താണ് അതിൻ്റെ പല ഭാഗം. ഇതിനകത്ത് വരുന്ന നമ്മുടെ മഹാവിഷ്ണു ചരിതം അതെല്ലാം വരുന്നുണ്ട്. പ്രഹ്ലാദിൻ്റെ ഭാഗം വരുന്നത് പ്രത്യേകം ഓരോ ഭാഗങ്ങളായിട്ട് നരസിംഹാവതാരം ഒക്കെ വരുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് കണ്ടു കേട്ടെങ്കിലേ നമുക്ക് പറയുന്നത്. ഈ ഒരു വിസ്മയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. കാര്യം ഇങ്ങനൊരു കാര്യത്തിൽ ഏർപ്പെടുകയും ഇങ്ങനെ കാര്യം ചെയ്യുന്നതിലും നമുക്ക് അതിയായ സന്തോഷവും ആ ഒരു സന്തോഷം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നേരെ ഒരുപാട് വൈകിയിട്ടുണ്ട്. ഈ നേരം ഇത്രയും വൈകിയ സമയത്ത് പോലും വേണുചേട്ടൻ വളരെ ഊർജ്ജസ്വലനായി ഈ തേരിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്.
ഇത്ര രാത്രിയായി നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ജോലിക്കൊക്കെ പോയുള്ള ഒരു വീട്ടിലേക്ക് എത്തി കുട്ടികളും ഒക്കെ ആയിട്ട് സഹകരിക്കേണ്ട ഒരു സമയമാണ്. തീർച്ചയായും. അപ്പം ഈ സമയത്ത് പോലും ഇത് ചെയ്യുന്നതിൻ്റെ നമുക്ക് ഇതിനകത്തിൽ ഓരോ അംഗങ്ങളും നമ്മൾ സർവാത്മന സമർപ്പണമായിട്ടായിരുന്നു. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്താണ്. നമുക്കത് പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. കാര്യം നമ്മളൊരു വീട്ടിൽ ചെന്നാൽ തന്നെ നമുക്ക് ഈ ഒരു ചിന്തയിലാണ് ഉറക്കം. ഇത് എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇതിനി അവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ച് കഴിയുന്നവരെ നമുക്ക് ദൈവികമായ ഒരു പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഇതിന് സമർപ്പണം കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു മനഃശാന്തി കിട്ടത്തുള്ളൂ. അതുവരെ നമ്മളൊരു ദേവശില്പി എന്നുള്ള അവസ്ഥയിൽ നിന്നിട്ട് പിന്നെ ഇതെല്ലാം കഴിയുമ്പോഴാണ് ഒരു മനുഷ്യനിലേക്കുള്ള ഒരു പടിയിറക്കം. അതെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അത് നമ്മൾ തമ്മിൽ പറയുന്ന പോലെ ചില കാര്യങ്ങൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതൊന്നും നമുക്കൊന്നും മറക്കാൻ പറ്റത്തില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കെട്ടുത്സവ കാഴ്ചയാണ് ചെട്ടിക്കുളങ്ങരയിലേത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ പോലും ഇടം പിടിച്ചിരിക്കുകയാണ് ഇവിടുത്തെ കെട്ടുത്സവ കാഴ്ചകൾ. അമർത്യരെയൊക്കെ അമർത്തി മറ്റുള്ള സമർത്ഥരെ എല്ലാം വിമർത്തിച്ച് ക്രമക്കേടേറ്റവും വരുത്തിനാരവർ അമർത്യ യക്ഷമന്യഗത്യരിൽ മക്കളിൽ ഒരാൾ പോലും വിശന്നിരിക്കാൻ ആഗ്രഹിക്കാത്ത മാതൃഹൃദയത്തിന്റെ ആഗ്രഹമായിട്ടാണ് അമ്മയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട കഞ്ഞി വിഭവസമൃദ്ധമായി ഒരുക്കി നൽകുന്നത്. കഞ്ഞിക്കൊപ്പം നട്ടുവളർത്തിയ പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കിയ അസ്ത്രവും മുതിരപ്പുഴുക്കും മാങ്ങയച്ചാറും അവിലും ഉണ്ണിയപ്പവും പർപ്പിടകവും ചേർത്ത് ഭക്തർക്കായി ഇവിടെ അന്നദാനം നൽകുന്നു. ഈ കഞ്ഞി വിളമ്പുന്നതിനും ചില പ്രത്യേകതകളുണ്ട്. ഓലക്കാൽ വെച്ച് വളയമുണ്ടാക്കി അതിൽ വാഴയില വെച്ച് അതിലേക്കാണ് കഞ്ഞി ഒഴിച്ച് പ്ലാവില കൊണ്ടാണ് കഞ്ഞി കോരി കുടിക്കുന്നത്. ഭക്തർ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ടാണ് അമ്മയ്ക്കായി ഈ പ്രസാദമൂട്ട് വഴിപാടായി നടത്തുന്നത്. കുതിരമൂട്ടിൽ കഞ്ഞി കുടിക്കുന്നതിനായി ഇവിടേക്ക് ഭക്തസഹസ്രങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കുംഭഭരണി നാളുകളിൽ ഒരുക്കുന്ന ഈ കുതിരമൂട്ടിൽ കഞ്ഞി കഴിഞ്ഞുപോയ ഒരു കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാകുന്നു. ഈ കഞ്ഞിയുടെ പ്രസാദം കഴിക്കാൻ വേണ്ടി ഭക്തജനങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇവിടെ. ചിലരൊക്കെ വന്നിട്ട് കയ്യിലിങ്ങനെ ചിലരൊക്കെ വന്നിട്ട് അതിൻ്റെ കഞ്ഞോളം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തീർത്ഥം പോലെ കുടിച്ചോട്ട് പോകുന്നവരുണ്ട്. അത്ര ഫേമസ് ആണ് ഇവിടുത്തെ കുതിരമുട്ടിക്കഞ്ഞി എന്ന് പറയുന്നത്. അത് കുതിരമുട്ടിക്കഞ്ഞി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇരവടക്ക് മാത്രമേ ഉള്ളൂ ഈ കുതിരമൂട്ടിൽ വെച്ച് കഞ്ഞി നടത്തുന്നത്. കുതിരമൂട്ടിൽ കഞ്ഞി വളരെ വർഷങ്ങളായിട്ട് നടന്നു വരുന്നൊരു ആചാരമാണ്. അമ്മയുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിലുള്ള മുതിരപ്പുഴുക്കും വസ്ത്രവും ഒക്കെ അതിൻ്റെ ഒരു ആചാരമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ കരയിൽ അത് വളരെ ഭംഗിയായിട്ടാണ് നടത്തപ്പെടുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഇപ്പം എണ്ണം വർദ്ധിച്ചിട്ടുള്ളത്. നേരത്തെ 2 നേരമായിരുന്നു, ഇപ്പം അത് 3 നേരമായി. ഒരു 5-10 വർഷത്തിനുള്ളിൽ അത് 3 നേരമായി. ഇപ്പം ഈ 3 നേരമായത് തന്നെ ഇപ്പം ഒരു 3-4 വർഷത്തേക്ക് ബുക്കിംഗ് ഉള്ള തരത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതിൽ നമ്മുടെ വിതരണവും അതിൻ്റെ സംഘടനയും ഒക്കെയാണ്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മുഴുവൻ സാധനങ്ങളും പന്തൽ, പാത്രങ്ങൾ മുഴുവൻ, അടുക്കള, അതിന് വേണ്ട സഹായം, ഇതെല്ലാ സാമഗ്രികളും നമ്മുടെ കരയോഗത്തിൻ്റെ ഭാഗത്തിലുണ്ട്. അപ്പോൾ അവർ ഭക്തൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും കൈയോട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വഴിപാട് നടത്താനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ ഇന്ന് കരയോഗത്തിലുണ്ട്. അമ്മയുടെ പ്രസാദത്തിനായി കാത്തിരിക്കുന്നവരും പ്രസാദമൂട്ടിനായി കാത്തിരിക്കുന്നവരും നിരവധിയാണ്. ഭക്തന്മാർ ഒരു വഴിപാട് നേരുന്ന എന്തെങ്കിലും ഒരു കാര്യസാധ്യതത്തിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നപ്പോൾ ഇതിന് വേണ്ടിയിട്ടായിരിക്കാം. എന്തായാലും അതുപോലെ തന്നെ ചില ഭക്തർ അത് ഇവിടെ വന്ന് കണ്ട് അത് കുടിച്ചു കഴിയുമ്പോൾ അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടും അങ്ങനെ ചെയ്യാറുണ്ട്. കൂടുതലും ഈ ഒരു വഴിപാട് എന്നുള്ള തരത്തിൽ തന്നെ നേർന്ന് നടത്തുന്നതാണ് കൂടുതലും. അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും ഒരു കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് നടത്തുന്നതാണ് കൂടുതലും ഉള്ളത്. ഇവിടെ ഒരു തേരിന് ഒരു വൈശിഷ്ട്യമുണ്ട്.
അമ്മയുടെ അങ്കണത്തിൽ ചമഞ്ഞൊരുങ്ങാനുള്ള ഭാഗ്യം സിദ്ധിച്ച ഒരു തേരുണ്ട്. ആഞ്ഞിലിപ്പുറക്കരയുടെ തേരിനാണ് ആ ഭാഗ്യം. തലമുറകളുടെ ഓർമ്മയിലെങ്ങും ആ സൗഭാഗ്യം തങ്ങി നിൽക്കുന്നത് പുണ്യമായി തന്നെയാണ് ഈ കരക്കാർ കരുതുന്നത്. തന്നെയാണോ? എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ ഇവിടെ തന്നെയാണ്. ഇന്ന് തൊട്ട് മുമ്പ് ഈ ക്ഷേത്രത്തിന് വടക്കുവശത്ത് ആ ദിവ്യ ഓഡിറ്റോറിയത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ആ പുരയിടത്തിലായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോൾ നിൽക്കുന്ന സദ്യാലയത്തിൻ്റെ ആ പുരയിടത്തിൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവിടെ ആയി. ഇപ്പോൾ ഇവിടെ തന്നെയാണ് കെട്ടുന്നത്. അപ്പോൾ അന്നേരമൊക്കെയും ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നാണ് കൂടാരം കെട്ടുന്നത്. ഒരു പാല ഉണ്ടായിരുന്നു, ആ പാലയിലായിരുന്നു. ആ പാല ജീർണിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശത്തുള്ള നമ്മുടെ ആലിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് ഇതിൻ്റെ ആധികാരികമായിട്ട് ഇത് എന്ന് മുതലാണെന്നോ അല്ലെ എന്തായിരുന്നു ഇതിൻ്റെ ചരിത്രമെന്നോ എനിക്കറിയത്തില്ല വ്യക്തമായിട്ട്. പക്ഷേ എൻ്റെ ഓർമ്മ മുതൽ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് ഇത് കെട്ടി ഒരുക്കി നമ്മൾ ദേവീ ദർശനം കഴിഞ്ഞ് കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറക്കുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 13 കരകളിൽ 9ാമത് കരയാണ് ഞങ്ങളുടേത്. ഭഗവതി കൊടുങ്ങല്ലൂരിൽ നിന്നും വന്നപ്പോൾ ആദ്യമായിട്ട് ഇരുന്ന സ്ഥലമാണ് ഞങ്ങളുടെ കരയുടെ ആസ്ഥാനമായ ആഞ്ഞിലിപ്പുറ പുതുശ്ശേരി അമ്പലത്തിൽ. അവിടെ ഭഗവതി പറക്കി പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വർഷത്തെ മീനമാസത്തിലെ രേവതി നാളിൽ അവിടെ വരികയും അവിടെ അത്താഴപൂജയും ദീപാരാധനയും നടത്തുന്നുണ്ട്. വേറെ വെളിയിലെങ്ങും അത്താഴപൂജയില്ല. അപ്പോൾ അവിടെ മാത്രമാണ്. അല്ല, നമ്മളിനി ചരിത്രം പരിശോധിക്കുമ്പോൾ ചിലപ്പം ഇനി അങ്ങനെ ഒരു ചരിത്രം ആഞ്ഞിലിപ്പുറയിൽ വന്ന് അവിടെ പുതുശ്ശേരി അമ്പലത്തിൽ വന്നതുകൊണ്ട് ഇവിടെ അനുമതി കൊടുത്തതാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കെട്ടുകാഴ്ച എനിക്ക് സമർപ്പിക്കുന്നത് എൻ്റെ അങ്കണത്തിൽ വെച്ച് തന്നെ ആയിക്കോട്ടെ എന്ന് എപ്പോഴെങ്കിലും അമ്മ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു ചരിത്രം നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഞങ്ങൾക്ക് അതൊരു മഹാഭാഗ്യമാണ്. തീർച്ചയായിട്ടും ഭഗവതിയുടെ തിരുമുറ്റത്ത് തന്നെ വെച്ച് ഈ കെട്ടുകാഴ്ച കെട്ടി അണിയിച്ചൊരുക്കി ഭഗവതിക്ക് തിരുമുൽക്കാഴ്ച സമർപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അത് ഈ ജന്മത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യമാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ദേവി അമ്മയുടെ അനുഗ്രഹം എന്ന പോലെ എന്തൊക്കെ സൗകര്യങ്ങളാണ്? ഏറ്റവും വലിയ സൗകര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിത് ഇപ്പം മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇവിടുന്ന് അങ്ങോട്ട് വലിച്ചു വെക്കാം. പിന്നെ ഇവിടെ തന്നെയാണ് ഇത് അഴിച്ചു വെക്കുന്നത്. ഇതിൻ്റെ അലങ്കാര വസ്തുക്കളെല്ലാം അങ്ങ് കൊണ്ടുപോകും. ബാക്കി തടി ഉരുപ്പടികളെല്ലാം നമ്മളിപ്പോൾ അവിടെ പണിയുന്നുണ്ട്. പുതിയതായിട്ട് പണിയാണ് അവിടെയാണ് വെക്കുന്നത്. നേരത്തെ അവിടെ തന്നെ ആയിരുന്നു, ഇപ്പോൾ ഒന്ന് പുതുക്കുക. പിന്നെ ഭഗവതിയെ ദിവസവും ഞങ്ങൾക്ക് കാണാം. ഭഗവതിയെ കണ്ടുകൊണ്ട് ഭഗവതിക്ക് കാണാം. ഭഗവതിയെ കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ പണികളെല്ലാം ചെയ്യാം. പിന്നെ ഇതിൻ്റെ ചുറ്റിലും ദിവസം ഒരു മേൽനോട്ടം വഹിക്കുന്ന അമ്മ തന്നെയാണ്. അതെ 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 തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്യും. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറാനും ഒക്കെ പറ്റും. അതെ 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 അപ്പോൾ അതുകൊണ്ട് എല്ലാ വിധത്തിലും എന്ത് തരത്തിൽ നോക്കിയാലും വലിയൊരു സൗഭാഗ്യം തന്നെയാണ് ആഞ്ഞിലിപ്പുറ കരയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. കലയുടെ സമന്വയമാണ് ഓരോ കെട്ടുകാഴ്ചകളും ഭക്തലക്ഷ്യങ്ങൾക്കായി സമ്മാനിക്കുന്നത്. കുത്തിയോട്ടം ചെട്ടികുളങ്ങര അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാട്. ശിവരാത്രി മുതൽ കുംഭഭരണി വരെയുള്ള 7 ദിവസങ്ങൾ വ്രതപുണ്യത്തിൻ്റെയും അതുപോലെ തന്നെ ഓണാട്ടുകര മുഖരിതമാവുകയാണ് കുത്തിയോട്ട ശീലകൾ കൊണ്ട്. കാണാം കുത്തിയോട്ടത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ. ചെട്ടികുളങ്ങര ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാന വഴിപാടാണ് കുത്തിയോട്ടം എന്നത്. കുത്തിയോട്ടം എന്ന അനുഷ്ഠാന കല അത് ശരിക്കും ഓരോ വ്യക്തികൾ വഴിപാടായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നതാണ് കുത്തിയോട്ടം. ഈ കുത്തിയോട്ടത്തിൻ്റെ ദിവസങ്ങളിൽ ശിവരാത്രി ദിവസം ശിവരാത്രി ദിവസത്തോടു കൂടിയാണ് വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുന്നു. അത് നമ്മുടെ കുംഭഭരണി ദിവസം ഇവിടെ നിന്ന് ഈ കുത്തിയോട്ടം അമ്പലത്തിലേക്ക് പോയി ദേവിക്ക് സമർപ്പിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. ഈ ദിവസങ്ങളിൽ അത്രയും ഇവിടെ കുത്തിയോട്ട ചുവടുകളും കുത്തിയോട്ട ശീലകളും ഒക്കെ ആയിരിക്കും ഈ ഓണാട്ടുകാരുടെ ഒരു പ്രധാന സവിശേഷതയായി നമുക്ക് കാണാൻ കഴിയുന്നത്. ചെട്ടികുളങ്ങര ഭാഗത്ത് നിരവധി കുത്തിയോട്ട സംഘങ്ങളും അതുപോലെ തന്നെ ഓരോ സംഘത്തിനും ഓരോ ആശ്രമങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുത്തിയോട്ടത്തിന് എല്ലാ ദിവസവും 24 മണിക്കൂറും ആഹാരം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷതയായി കാണുന്നത്. കലയുടെ സമന്വയമാണ് ഓരോ കെട്ടുകാഴ്ചകളും ഭക്തലക്ഷ്യങ്ങൾക്കായി സമ്മാനിക്കുന്നത്. എന്നാൽ സംഗീതത്തിനും സമർപ്പണത്തിനും പ്രാധാന്യമുള്ള ഉത്സവമായി കുംഭഭരണി മാറുന്നു. കുത്തിയോട്ട വഴിപാട് എന്ന അനുഷ്ഠാന കലയിലൂടെയാണ്
അമ്മയുടെ സന്നിധി പൂർണ്ണമാകുന്നത്. ശിവരാത്രിയോടുകൂടിയാണ് കുത്തിയോട്ടങ്ങൾക്ക് തുടക്കമാകുന്നത്. കുത്തിയോട്ട ആശാന്മാരുടെ മേൽനോട്ടത്തിലാണ് കുത്തിയോട്ട വഴിപാടിന്റെ തുടർ ദിനങ്ങൾ ഭക്തിസാന്ദ്രമാകുന്നത്. ശിവരാത്രി ദിവസം വിളക്ക് തെളിയിച്ചുകൊണ്ടാണ് കുത്തിയോട്ട ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. ശിവരാത്രി മുതൽ കുംഭഭരണി ദിവസം വരെ നീണ്ടു നിൽക്കുന്ന വഴിപാട് ഭരണി ദിനം അമ്മയ്ക്ക് സമർപ്പിക്കുന്നതോടെ പരിസമാപ്തിയിലെത്തും. കുത്തിയോട്ടത്തിന് കാൽനാട്ട് കർമ്മം മുതൽ എല്ലായ്പ്പോഴും വഴിപാടുകാരനായ ഭക്തന്റെ ഭവനത്തിൽ അന്നദാനവും നടത്തിപ്പോരുന്നു. വഴിപാടുകാരന്റെ മകനെ ദേവിക്ക് സമർപ്പിക്കുന്നതാണ് കുത്തിയോട്ടം എന്ന അനുഷ്ഠാനത്തിന്റെ രീതി. സ്വന്തമായി കുട്ടികളില്ലാത്തവർ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെ ദത്തെടുക്കുന്നു. തുടർന്ന് സ്വന്തം കുഞ്ഞിനെ പോലെ കുംഭഭരണി ദിനം വരെ ചുവടുകൾ പരിശീലിപ്പിച്ച് ഒപ്പം കിടത്തി ഉറക്കി വ്രതശുദ്ധിയോടെയാണ് കുത്തിയോട്ടം നടത്തുന്നത്. ദത്തെടുത്തേക്കാണ് 2 കുഞ്ഞുങ്ങളെ. അവരെ 7 ദിവസം ഇവിടെ താമസിപ്പിച്ച് ആശാന്മാർ ചൂട് പഠിപ്പിച്ച് കുംഭഭരണി നാളിൽ ദേവിക്ക് സമർപ്പിക്കുകയാണ്. കരക്കാർക്കും നാട്ടുകാർക്കും അപ്പുറം കേരളത്തിന്റെ വിവിധ ദേശങ്ങളിലെ ഭക്തരും അമ്മയ്ക്കായി കുത്തിയോട്ട വഴിപാട് നടത്തി വരുന്നുണ്ട്. അമ്മയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഈ വഴിപാട് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ടാണ് നടത്തി വരുന്നത്. കുംഭഭരണി ദിവസം രാവിലെ മുതൽ തന്നെ ഓരോ കുത്തിയോട്ടങ്ങളും മുഹൂർത്തം അനുസരിച്ച് അമ്മയുടെ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. വരുന്ന വഴിയിലെ കെട്ടുകാഴ്ചയ്ക്ക് ഉപചാരം പോലെ വെറ്റിലയും മറ്റും കാഴ്ചവെച്ച് കുത്തിയോട്ട പാട്ടും പാടിക്കൊണ്ടാണ് ക്ഷേത്രസന്നിധിയിലെത്തുന്നത്. അമ്മയുടെ ശ്രേഷ്ഠനായ മകനെ എന്ന പോലെയാണ് സന്നിധിയിലേക്ക് എതിരേൽക്കുന്നത്. കുംഭമാസച്ചൂടിൽ കുഞ്ഞുങ്ങൾക്ക് തളർച്ചയുണ്ടാകാതിരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നു. അമ്മയുടെ സന്നിധിയിലെ പൂജകൾക്ക് ശേഷമാണ് കാർത്തിക നാളിൽ കുഞ്ഞുങ്ങൾ തിരികെ വീടുകളിലേക്ക് മടങ്ങുക. അതാണ് ചടങ്ങ്. ഇത്രയേറെ ദൈവികതയോടെയാണ് കുത്തിയോട്ടം നടത്തി വരുന്നത്. കുത്തിയോട്ടം നടക്കുന്ന ഭവനത്തിൽ വരുന്ന ഏതൊരു ഭക്തനും വേണ്ട രീതിയിൽ ആഹാരം നൽകണമെന്നതും ഈ ചടങ്ങിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. വർണ്ണവർഗ വ്യത്യാസങ്ങളില്ലാതെ അമ്മയുടെ എല്ലാ മക്കളും ഒന്നാണെന്ന സന്ദേശമാണ് ഓരോ കുത്തിയോട്ട ശീലുകളും പകർന്നു നൽകുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചുറ്റുകുളങ്ങര അമ്മ സങ്കല്പം നമുക്ക് പകർന്നു തരുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. ആ സന്ദേശത്തിലേക്ക് എത്തണമെങ്കിൽ ഇവിടുത്തെ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഇവിടുത്തെ ജീവിത രീതികളെക്കുറിച്ചും ഇത് ആൾക്കാരിലേക്ക് എത്തുന്ന രീതികളെക്കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ഓണാട്ടുകരക്കാരനായതുകൊണ്ട് തന്നെ കുറേം കൂടെ ഒക്കെ കാര്യങ്ങൾ അറിയാം. എനിക്ക് ഇവിടുത്തെ ആദ്യം പറയാനുള്ളത് ശരിക്കും ഈ ചെട്ടുകുളങ്ങര എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു പിക്ചർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കെട്ടുകാഴ്ചയാണ്, കെട്ടുത്സവങ്ങൾ എന്ന് പറയും. അപ്പൊ ഈ കെട്ടുകാഴ്ച എന്ന് പറഞ്ഞാൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലേക്ക് ഇപ്പോൾ ഇത് എത്തിച്ചേർന്നിട്ടുണ്ട്. അതെ അതെ, ആ ഒരു കെട്ടുകാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കോൺസെപ്റ്റാണ് നമുക്ക് തരുന്നത്. ഒന്ന്, അവിടെ നടക്കുന്ന കുതിരമുട്ടിൽ കഞ്ഞി എന്ന് പറയുന്ന ഒരു വലിയ അന്നദാനത്തിന്റെ ഒരു വലിയ സംഭവമുണ്ട്.
ഈ അന്നദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരിക്കും അശ്വതിയെ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അന്നദാനം കഴിച്ചിട്ടുണ്ടല്ലോ. തിരുവനന്തപുരത്താണെങ്കിലും നമ്മുടെ ഓൾ കേരള പോയി യാത്ര ചെയ്ത് അന്നദാനം പല സ്ഥലങ്ങളിലും കഴിച്ചിട്ടുണ്ടാവും. ട്രിവാൻഡ്രത്തേക്കൊക്കെ വരുമ്പോൾ ഈ കഞ്ഞി വീഴ്ത്തൽ ഒരു ചടങ്ങെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇന്ത്യയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇവിടെ കഞ്ഞിയിൽ ഒരുപാട് വിഭവങ്ങൾ, കഞ്ഞിയിൽ വിളമ്പുന്ന വിഭവങ്ങൾ കണ്ടിരുന്നു അല്ലേ? അതിനെ കുറിച്ച് കേട്ടപ്പോഴും കണ്ടപ്പോൾ തോന്നിയത് ഒന്ന് അസ്ത്രം ഉണ്ടായിരുന്നു, കടുമാങ്ങ, അത് പിന്നെ എല്ലായിടത്തും ഉണ്ടാവാം. പിന്നെ മുതിരപ്പുഴുക്ക്. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് ഈ മുതിര ഇത്ര ഭംഗിയായിട്ട് വേവിച്ചെടുത്തു എന്നുള്ളതാണ്. പിന്നെ പപ്പടം, ഉണ്ണിയപ്പോ അവിലും വേറെ കിട്ടില്ല, പഴവും കിട്ടില്ല. അതായത് ആ അമ്മമാരുടെ ഒരു ചിന്താഗതി എന്തായിരിക്കും? നമ്മുടെ മക്കള് എല്ലായ്പ്പോഴും വിശക്കാതെ സുഭിക്ഷമായി നല്ല ആഹാരം കഴിച്ച് ജീവിക്കണമെന്നാണ് എല്ലാ അമ്മമാരും കരുതുന്നത്. അതുപോലെ തന്നെയാണ് ചിറ്റൂളങ്ങര അമ്മ. അതുകൊണ്ട് തന്നെയാണ് അമ്മ എന്നും ഞങ്ങൾ ഈ ഓണാട്ടുകാരക്കാരെ പ്രത്യേകത തോന്നിയൊരു കാര്യം എന്താണെന്ന് അറിയാവോ? ഈ നമ്മള് ദേവി എന്നൊക്കെ പറയുമ്പോൾ വളരെ ഭക്തിയോടുകൂടി, ഭക്തി ഇല്ല എന്നല്ല, അഭീഷ്ടവരദായിനിയായ അമ്മയാണ്. പക്ഷെ ആ അമ്മയെ വല്യമ്മ എന്ന് പറഞ്ഞ് ഇവിടെ പേരിട്ട് വിളിക്കും. അതിന്റെ കാരണമാണല്ലോ ഞാനിപ്പോ പറഞ്ഞത്. മക്കള് സുഭിക്ഷമായി ജീവിക്കണം, നല്ല ആഹാരം കഴിച്ച് ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന അമ്മയുടെ മനസ്സാണ്. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അത് തന്നെയാണ് ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടാണ് നമ്മൾ എവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കുത്തിയോട്ടം എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനമുണ്ട്, ഒരു ചടങ്ങാണ്. അവിടെ എന്താണ് നമ്മൾ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലയുണ്ട്, അവിടെ സംഗീതമുണ്ട്, അതോടൊപ്പം തന്നെ ഒരു പാരസ്പര്യമുണ്ട്. ഈ പാരസ്പര്യം ഒരു ഐക്യം അല്ലേ? ആ വീട്ടില് അത് കുത്തിയോട്ടം നടത്തുന്ന വീടുകളിലേക്ക് എല്ലാവരും അവിടെ ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ, അതായത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നാട്ടുകാർ തന്നെ എത്തിച്ചു കൊടുക്കുന്നു, അതിനകത്ത് പങ്കാളികളാകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ ചിറ്റൂളങ്ങരയിലെ കുത്തിയോട്ടം എന്ന് പറയുന്ന ഈ വഴിപാടിനെ, അനുഷ്ഠാനത്തെ മഹത്തരമാക്കി തീർക്കുന്നത്. അവിടെ വരുന്നവർക്ക് ഏതെങ്കിലും ഒരു മതവിഭാഗമെന്നോ ഏതെങ്കിലും ഒരു ജാതിയെന്നോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെന്നോ ഒന്നുമില്ല. ശരിക്കും നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഏറ്റവും കൂടുതലായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അതായത് ഒരു ഉത്സവം എന്നതിന് അപ്പുറത്തേക്ക് ആ ഉത്സവം കൊടുക്കുന്ന കുറെ മെസ്സേജസ് ഉണ്ട്. അതാണ് നമുക്ക് വളരെയധികം ഹൃദ്യമായി തോന്നിയ ഒരു കാര്യം. അതെ, ഇപ്പൊ നമ്മൾ കുത്തിയോട്ടത്തെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം വരുന്ന ഈ കെട്ടുത്സവം തന്നെ ഇത് ഇവിടേക്ക് എത്തിക്കുമ്പോൾ വേറൊരു സംഭവം കൂടി നടക്കുന്നുണ്ട്. ഇപ്പൊ ഒന്നാം കര, അപ്പൊ 13 കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകളാണ് നമുക്കിവിടെ അമ്പലത്തിലേക്ക് വരുന്നത്. ഒന്നാം കര ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കൊണ്ട് ഒന്നാം കരയ്ക്ക് ആ പറഞ്ഞ സമയത്തിനുള്ളിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ രണ്ടാം കരക്കാർ വെയിറ്റ് ചെയ്യും. എന്താണ് കാരണം? അപ്പോൾ ഈ രണ്ടാം കരക്കാരെ വന്ന് ഒന്നാം കരക്കാരെ കൂടെ സഹായിക്കുന്ന ഒരു സമഭാവനയുടെ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അത് ചെയ്താൽ മതി എന്നുള്ള ഒരു ഐക്യത്തിന്റെ ഒരു മെസ്സേജ് ആണ് അതിലൂടെ വരുന്നത്. ഞാൻ ഒരാള് പിന്നെ സഹായം അഭ്യർത്ഥിച്ച് നിൽക്കുന്ന ഒരാളെ സഹായിക്കുക എന്നുള്ള ഒരു സന്ദേശം കൂടി അമ്മ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വേറൊരു അത്ഭുതം തോന്നിയത് ഈ കെട്ടുകാഴ്ചയ്ക്ക് വേണ്ടി ഒരുക്കുന്ന കുതിരകള്. അതിന്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. പക്ഷെ അത് ചെയ്യുവാനായിട്ട് പ്രത്യേകിച്ച് ഒരു കലാകാരന്മാരൊന്നുമില്ല. ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് യുവതലമുറ പോലും, കാരണം ഇന്നത്തെ കാലത്ത് മൊബൈലിൽ കുത്തി സമയം കളയുന്ന ഒരു യുവതലമുറയല്ല നമ്മൾ ഈ പരിസരത്ത് കാണുന്നത്. മറിച്ച് ഇല്ല. കാരണം അവര് ആ കഞ്ഞി കൊടുക്കാനും അതിന്റെ പിന്നെ ആ കഞ്ഞി വിളമ്പുന്നതിൽ ഒരു കുമ്പിൾ, എനിക്ക് അത് കറക്റ്റ്. അതായത് നമ്മൾ ഇവിടെ കഞ്ഞി വിളമ്പുന്നതിന് ഓലക്കാലെന്ന് പറയും ഞങ്ങൾ. ഈ ഓലക്കാല് വട്ടത്തിൽ കുത്തും. വട്ടത്തിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിന് തട എന്ന് പറയും. അതിനകത്തേക്ക് ഇല എടുത്ത് വെക്കും. ഇല എടുത്ത് ഈ തടയ്ക്കകത്തേക്ക് വെച്ചിട്ട് ആ തടയിലേക്കാണ്, ഈ ഇലക്കകത്തേക്കാണ് കഞ്ഞിയും ഈ പറയുന്ന വിഭവങ്ങളും ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കോൺസെപ്റ്റ് അശ്വതിക്ക് അറിയാമെന്ന് തോന്നുന്നു. എന്താണ് അങ്ങനെ ഒരു കഞ്ഞി വിളമ്പൽ വന്നതെന്ന്? ദേവി ആദ്യമായിട്ട് വന്നപ്പോ ഇവിടുന്ന് സേവിച്ച ഒരു ഭക്ഷണ പദാർത്ഥമായിരുന്നു കഞ്ഞി. അതിപ്പോഴും ഒരു അനുഷ്ഠാനം, ആചാരം ഒക്കെ ആയിട്ട് അത് തുടർന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അമ്മ കഴിച്ചത് മക്കൾ കഴിക്കണമെന്ന് ചിന്തിക്കുമല്ലോ അമ്മ. അമ്മയ്ക്ക് അന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വിഭവങ്ങളായിരുന്നു അന്ന് ഈ നാട്ടുകാർ ഒരുക്കി കൊടുത്തത്. അന്ന് ഈ കാർഷിക സംസ്കാരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. അപ്പം അന്ന് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാരം കൊടുത്തു. ആ ആഹാരം എൻ്റെ മക്കൾ നന്നായി കഴിക്കണം. ആ ഒരു ചിന്താഗതിയും ഈ പറയുന്ന കഞ്ഞിയിലുണ്ട്. ഈ അമ്പലത്തിലുണ്ട്. ദിവസേന അമ്പലത്തിലും ഇതേപോലെ. എനിക്ക് തോന്നുന്നത് വേറൊരു പ്രത്യേകത, ഈ കോവിഡ് സമയത്ത് പല അമ്പലങ്ങളിലും എല്ലാ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നിർത്തിവെച്ചിരുന്ന സമയത്തും ഇവിടെ ഒരു തേരും ഒരു കുതിരയും ഇറക്കാനുള്ള പ്രത്യേക അനുവാദം ദേവസ്വം ബോർഡ് കൊടുത്തിരുന്നു കേട്ടിട്ടുണ്ട്. അതും പ്രത്യേകത കൊണ്ട് തന്നെയാണ്. ചിറ്റൂളങ്ങരയിലെ വളരെയധികം നമ്മൾ എല്ലാവരും അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ആ കോവിഡ് സമയത്ത് പോലും ഈ ഒരു അനുമതി കൊടുത്തത്.
അതുപോലെ തന്നെ ഈ 13 കരക്കാർ കൊണ്ടുവരുന്ന കണ്ടത്തിലേക്ക് ഇറക്കുന്നത് തേര്, കുതിര, പിന്നെ അതിലെനിക്ക് വളരെ വൈരുദ്ധ്യാത്മകമായി തോന്നിയത് ഹനുമാൻ, പാഞ്ചാലി, വൈരുദ്ധ്യാത്മകമൊന്നും പറയരുത്. അങ്ങനെ ഇതുകൊണ്ട് ഇതും കെട്ടുകാഴ്ചയുടെ ഭാഗമാണ്. ഇതൊക്കെ ശരിക്കും ഒരു നമ്മൾ പറയുമ്പോൾ മനുഷ്യന്റെ കഠിനാധ്വാനം തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറഞ്ഞ കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ നമ്മൾ കഠിനമായി അധ്വാനിക്കണം. കഠിനമായി അധ്വാനിച്ചെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ നേടിയെടുക്കാൻ കഴിയൂ. കാര്യം ഈ പറയുന്ന തേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വതി കണ്ടല്ലോ, മാനം മുട്ട നിൽക്കുന്ന തേരാണ്. ഈ തേരിനെ ഈ കാഴ്ചക്കണ്ടത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ജോലിയൊന്നും അല്ല. അത് ഒരുപാട് പേരുടെ ഒരുമിച്ചുള്ള കൂട്ടായ അധ്വാനം. പല സ്ഥലങ്ങളിലും ഈ പ്ലോട്ടുകളൊക്കെ കാണുമ്പോൾ അത് വലിയ ഒരു 6 വീലുള്ള 12 വീലുള്ള ലോറിയിലൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു സാധനം ആളുകളുടെ കായിക ബലം, അവരുടെ ആ കായികക്ഷമത കൊണ്ട് മാത്രം അവര് അതിനെ ഇവിടെ വരെ എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത് സത്യത്തിൽ നമുക്ക് അത്ഭുതം തോന്നും. ഞാൻ അത് കണ്ടപ്പോൾ എങ്ങനെയാണ് ഇതെങ്ങനെ വലിച്ചു കെട്ടിക്കൊണ്ടുവരാൻ. അതാണ് നമ്മുടെ ആളുകളുടെ അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവര് എന്തും അമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ. ഒരു മക്കളെന്ന് ആലോചിച്ച് നോക്കിയേ, മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അമ്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരാണ് മക്കൾ. അമ്മയ്ക്ക് എന്ത് കൊടുത്താലാണ് ആ അമ്മയെ പ്രീതിപ്പെടുത്താൻ കഴിയുക, ആ അമ്മയെ സന്തോഷിപ്പിക്കാൻ കഴിയുക, അതെല്ലാം ചെയ്യാൻ ഈ നാട്ടിലെ ജനങ്ങൾ, ഭക്തര്, അമ്മയുടെ മക്കൾ ഐക്യത്തോടെ കൂട്ടായി സാഹോദര്യത്തോടു കൂടി പ്രവർത്തിക്കാൻ ഏത് സമയത്തും തയ്യാറാണ് എന്ന് മാത്രമല്ല ഒരു സമഭാവനയുടെയും ഒരു സന്ദേശമാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ ഉത്സവങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് അത് ചെട്ടികുളങ്ങരയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നാണ്. തീർച്ചയായിട്ടും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. മതേതരത്വത്തിന്റെ കൂടി ഉത്സവമായി ചെട്ടികുളങ്ങര കുംഭഭരണി മാറുന്നു. ഈ ദേശത്തെ നാനാജാതി മതസ്ഥരും കൈമേയ് മറന്നുകൊണ്ടാണ് അമ്മയ്ക്കായി ഒത്തുകൂടുന്നത്. അമ്മയെ കരിപ്പുഴയാറ് കടക്കുവാനായി സഹായിച്ചത് ഒരു തോണിക്കാരനായിരുന്നു. മറ്റൊരു സമുദായത്തിലെ അംഗമായിരുന്ന അദ്ദേഹം അമ്മയെ സഹായിച്ചതിന്റെ ഓർമ്മയ്ക്കായി അമ്പലത്തിൽ കാലങ്ങളായി വെടിവഴിപാട് നടത്താനുള്ള അവകാശവും ആ കുടുംബത്തിന് നൽകി. മറ്റൊരു വീട്ടമ്മയ്ക്കുണ്ടായ അനുഭവത്തിൽ നിന്നാണ് കൊഞ്ചും മാങ്ങയും ചേർത്തുണ്ടാക്കുന്ന ഒരു വിഭവം ഓണാട്ടുകരക്കാരുടെ സ്വന്തമായി മാറിയത്. അമ്മയുടെ ഉത്സവ ദിവസമായ കുംഭഭരണി നാളിൽ ഓരോ വീടുകളിലും കൊഞ്ചും മാങ്ങയും കൊണ്ടുള്ള വിഭവം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭരണിയോടനുബന്ധിച്ച് ഓണാട്ടുകരയിലെ ഭരണിച്ചന്തയിലെ വിപണികളിൽ ഏറെ ജനപ്രീതിയും കൊഞ്ചിനും മാങ്ങായ്ക്കും തന്നെ. ഓണാട്ടുകരയുടെ ഓണം തന്നെയാണ് ഓരോ കുംഭഭരണിയും. ഈ ആഘോഷകാലവും എത്ര കണ്ടാലും കൊതിതീരാത്ത അനുഭവം തന്നെയാണ് ദേശക്കാർക്ക് സമ്മാനിക്കുന്നത്. പാരമ്പര്യവും പാരസ്പര്യവും സ്നേഹവും കലയും ഭക്തിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഉത്സവകാലമായി കുംഭഭരണി മാറുന്നു.